ഇത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് ഓവനും ചീസും ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സാധാരണ നമ്മൾ പിസ്സയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഓവനിൽ വെച്ചിട്ടല്ലേ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ ചീസും കൂടി ചേർത്താനുള്ള പിസ്സ റെഡിയാക്കാം. പക്ഷേ ഇതിലേക്ക് നമുക്ക് ചീസ് ചേർക്കാണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കാം, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. പിന്നെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രെഡ് കൊണ്ടുള്ള 2 സ്നാക്ക് റെസിപ്പിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൊണ്ടിട്ട് കണ്ടു നോക്കാം, അതും കൊണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട തന്നെ നമ്മുടെ പിസ്സ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി നമ്മുടെ ആ പിസ്സയുടെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 1.5 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് മൈദപ്പൊടി എടുക്കുമ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 3/4 കപ്പ് വെള്ളമാണ് ആവശ്യം വരാം. അപ്പോൾ കറക്റ്റ് അളവ് എടുക്കാന്നുണ്ടെങ്കിൽ കറക്റ്റ് 3/4 കപ്പ് വെള്ളം വേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് കപ്പ് ഇല്ല, നിങ്ങളിപ്പോൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലാണ് മൈദപ്പൊടിയുടെ അളവ് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം കപ്പിൽ തന്നെയായിരിക്കണം വെള്ളത്തിൻ്റെ അളവ് എടുക്കേണ്ടത്. അപ്പോൾ 3/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല കേട്ടോ, ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നോക്കിയേ, ഈസ്റ്റ് വെള്ളത്തിൽ മിക്സ് ആയിട്ടുണ്ട്. അങ്ങോട്ട് നന്നായിട്ടുണ്ട് മിക്സ് ആയിട്ടില്ല, പക്ഷേ അത് കുഴപ്പമില്ല. നമ്മളിനി പൊടിയുടെ കൂടെ കൊണ്ട് കുഴച്ചിട്ട് എടുക്കുമ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ ഇനി കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് ഞാനിവിടെ ഒരു 3 നുള്ളു ഉപ്പാണ് ചേർത്തേക്കുന്നത്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. അതിപ്പോൾ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ ചേർത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത്. ഓയിൽ ചേർത്തേണ്ട ഓയിലും അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഓയിൽ ചേർക്കും കേട്ടോ. നമ്മുടെ ഓയിൽ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ ഈസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കുക. ഇനി മൈദപ്പൊടി ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ അത്രയ്ക്ക് ടൈറ്റ് ആയിട്ടല്ലോ കേട്ടോ ഈ മാവ് ഇരിക്കുക. അപ്പോൾ നോക്കിയാൽ മാവ് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ നമ്മുടെ പാത്രത്തുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് പിടിക്കണില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റ് അളവിൽ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും. പിന്നെ പാത്രത്തുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് പിടിക്കുന്നുണ്ട്, ഭയങ്കര വെള്ളം കൂടുതൽ പോലെ ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. പക്ഷേ കറക്റ്റ് അളവിൽ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതിലേക്ക് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഓയിലും കൂടിയിട്ട് ഒഴിക്കുന്നുണ്ട്. ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കുക. ഇത് കുഴച്ചിട്ടെടുക്കുമ്പോൾ നോക്കിയാൽ കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് അമർത്തുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സൈഡ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും അങ്ങനെ തന്നെ പരത്തിയിട്ട് അങ്ങനെ തന്നെ പിന്നെയും കുഴയ്ക്കുക. അങ്ങനെ നമുക്ക് മൈദപ്പൊടി കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ മാവ് ഒന്ന് നന്നായിട്ട് പൊന്തിയിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മാവ് തുറന്ന് വയ്ക്കേണ്ട, എന്തെങ്കിലും വെച്ചിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്തേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ മാവ് നല്ല സോഫ്റ്റായിട്ട് പൊന്തി വരും. അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സ്ഥലത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വാമായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് പൊന്തി വരും. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ട് വേണം ഇത് വെച്ചിട്ട് നമുക്ക് പിസ്സ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നീക്കി വയ്ക്കാം. ഇനി ഞാനിവിടെ നോക്കിയേ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ചെറിയ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് ചിക്കൻ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചിക്കൻ്റെ പിസ്സേനെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ചേർക്കുക. അല്ലെങ്കിൽ ചിക്കൻ ഒന്നും ചേർക്കാണ്ട് നമ്മുടെ സോസും പിന്നെ അതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാപ്സിക്കം പിന്നെ സവോളയൊക്കെ ചേർത്തിട്ട് അങ്ങനെ വെജിറ്റേറിയൻ പിസ്സ ഉണ്ടല്ലോ, അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചിക്കനും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ തന്നെ ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ടും ചേർക്കാം. ഇത് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാട്ടോ ചേർക്കുന്നത്. അപ്പോൾ ചിക്കന് ഞാനിവിടെ ചെറുതായിട്ടൊരു കോട്ടിങ് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയേ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കുക, കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുക. ഇന്നൊന്നും കറക്റ്റായിട്ടൊരു അളവില്ല, നമ്മുടെ ചിക്കന് ചെറുതായിട്ടൊരു കോട്ടിങ് വേണം, അതനുസരിച്ചിട്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ കോൺഫ്ലവർ ഇതുമ്പോൾ നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ഇങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വറുത്തിട്ട് ചേർക്കാം, അല്ലെങ്കിൽ വെറുതെ ചിക്കൻ വേവിച്ചിട്ടും ചേർക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ചിക്കൻ്റെ മുകളിൽ ടോപ്പിംഗ് ആയിട്ട് വെക്കുന്നത്. ചിക്കനും വെക്കുന്നുണ്ട്. ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ ഓരോ പീസായിട്ട് ചിക്കൻ ഇടാം. അപ്പോൾ നമ്മുടെ ചിക്കൻ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്.
ചിക്കനൊക്കെ നമ്മളിങ്ങനെ വറുത്തിട്ട് എടുക്കുമ്പോൾ കുറേ നേരം ഇട്ടിട്ട് മൊരിക്കരുത് കേട്ടോ. ഭയങ്കരമായിട്ട് മൊരിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഭയങ്കര ഹാർഡായിട്ട് വരും. ഇനി നോക്കിയാൽ നമ്മൾ പിസയിലേക്കുള്ള സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളി നോക്കി ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് വലിപ്പമുള്ള തക്കാളിയായിട്ട് എടുത്തത്. ഇനി നിങ്ങളുടെ അടുത്ത് ക്യാപ്സിക്കം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഇത്രയ്ക്ക് ഒരുപാട് ചേർക്കണ്ട. ക്യാപ്സിക്കം കൂടിയിട്ട് ഇത് രണ്ടും കൂടിയിട്ട് അരച്ചിട്ടെടുക്കുക. ക്യാപ്സിക്കം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി തന്നെയായിട്ട് അരച്ചിട്ടെടുക്കുക. ഇനി നമ്മൾ പിസയിലേക്കുള്ള സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമ്മുടെ തക്കാളിയും ക്യാപ്സിക്കം കൂടിയിട്ട് അരച്ചത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ നോക്കിയേ 2 വലിയ വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവോളയും അത് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടെ ചിക്കൻ നമ്മൾ വറുത്തെടുത്താണ് സെയിം ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിക്കൻ ചേർക്കണില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ സെപ്പറേറ്റ് ഓയിലില്ല, ഏത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് തന്നെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് സവോള ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ വെളുത്തുള്ളി മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചേർക്കാം. സവോള ഇരുന്നാലും ഒരുപാട് ചേർക്കരുത്. അപ്പോൾ സവോള മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്തോ. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ല സ്പൈസി ആയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് രണ്ടും കുറച്ചും കൂടി കൂടുതൽ ചേർത്തോ. ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്യാപ്സിക്കം ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർക്കണ്ട, തക്കാളി തന്നെ ചേർത്താൽ മതി. അപ്പോൾ ആ മിക്സിങ് നമ്മൾ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ ഞാനിവിടെ നമ്മുടെ പിസയിലേക്ക് ചേർക്കണ പിസ്സ ഹെർബ്സ് അല്ലെങ്കിൽ പിസ്സ സീസണിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ലേ, അതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ ഞാൻ അതും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും നമ്മുടെ ആ പിസ്സയുടെ ഒരു ഫ്ലേവർ വരാം. അതേപോലെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട്. അത് ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അതില്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ അതും കൂടി ചേർക്കുമ്പോഴാണ് ആ പിസ്സയുടെ ഒരു സ്മെല്ലൊക്കെ വരാം. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് നമ്മുടെ ഈ തക്കാളിയുടെ പേസ്റ്റ് ആണല്ലോ ഇത് ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് വെന്തിട്ട് ആ തക്കാളിയുടെ ഒരു പച്ച ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ടേസ്റ്റൊക്കെ പോകണം. ഇതിനകത്ത് ആ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ തക്കാളി ഇതിനകത്ത് ഇരുന്നിട്ട് നന്നായിട്ട് വെന്ത് ആ തക്കാളിയുടെ പച്ച ടേസ്റ്റൊക്കെ പോയിട്ടുണ്ട്. ഇതിനകത്ത് ഓയിലൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചീസിന് പകരമായിട്ടുള്ള ഒരു വൈറ്റ് സോസാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പാൻ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. കാരണം ബട്ടറൊക്കെ ചേർക്കുമ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് പാനിൽ ഇരിക്കുമ്പോൾ നമ്മൾ ബട്ടർ ചേർക്കരുത് കേട്ടോ. കാരണം ബട്ടർ ചേർത്ത് വഴിക്കാനൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ബട്ടർ ഇതിനകത്ത് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. ഗോതമ്പ് പൊടി ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ, മൈദപ്പൊടി തന്നെ ചേർക്കണം. ഈ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഈ മൈദപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയട്ടെ. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇതാണ് മൈദപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് പാലാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് കാച്ചിയ പാലായിരുന്നാലും കുഴപ്പമില്ല, കാച്ചാത്ത പാലായിരുന്നാലും കുഴപ്പമില്ല. ഈ തീ പതുക്കെ ഒന്ന് കൂട്ടി വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കണ കാര്യം മറക്കരുത് കേട്ടോ, ഉപ്പും കൂടിയിട്ട് ചേർക്കണം. അത് നിങ്ങൾ ഫസ്റ്റ് കുറച്ച് ഉപ്പ് ചേർക്കാം, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഇനി നിർത്താണ്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇളക്കിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. ഇത് നമുക്ക് നല്ലൊരു ക്രീം പോലെയാണ് ആവേണ്ടത്. അതായത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് പെട്ടെന്ന് അങ്ങോട്ട് ഇത് തിക്കാവാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ നല്ലൊരു ക്രീം പോലെ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം. ഒരു ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുള്ള ക്രീം പോലെ ആകുമ്പോൾ, നല്ല വെള്ളം പോലെ ഇരിക്കുന്ന ക്രീമല്ല കേട്ടോ. കാരണം ഇത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്കിത് എടുക്കണ്ട. അതാ നോക്കിയേ, ഇപ്പോൾ അത് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ തീ ഓഫ് ചെയ്യാണ്. ഇത്രയ്ക്ക് ആയാൽ മതി കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ കൂടുതൽ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിക്കായി പോകും. ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇനി ഇത് ഇരുന്നിട്ട് ഒന്ന് ചൂടാറട്ടെ. നോക്കിയേ, നമ്മുടെ പിസ്സയുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വരണം കേട്ടോ. ഇത് നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാനിവിടെ അടപ്പത്ത് വെച്ചിട്ട് ഫ്രൈങ് പാനിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ നോക്കിയേ ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പാൻ എടുക്കുക. ഇതിൻ്റെ അടിയിൽ നമ്മൾ ബേസായിട്ട് വേറെ ഒരു പാനും കൂടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാനിവിടെ ദോശക്കല്ലാണ് വെക്കുന്നത്. അപ്പോൾ ദോശക്കല്ലാകുമ്പോൾ നല്ല ചൂട് കിട്ടും. ദോശക്കല്ലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശക്കല്ല് വയ്ക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് നമുക്ക് ഇതാണ് നമ്മുടെ പിസ്സ ഉണ്ടാക്കുന്ന ബേസ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മാവ് വയ്ക്കട്ടെ. ഈ മാവ് നമുക്ക് പരത്തിയിട്ട് പിസ്സയുടെ ബേസ് ഫസ്റ്റ് റെഡിയാക്കാം.
അപ്പോൾ നോക്കിയാൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഡ്ജൊക്കെ ഒന്ന് പൊന്തിച്ച് കൊടുക്കണം. ഇവിടെ ഒന്ന് പതുക്കെ താഴ്ത്തി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈമ ഇങ്ങനെ പിടിക്കും. അപ്പോൾ കൈമ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് തൊട്ടിട്ട് അതേപോലെ ചെയ്യും. ഇതാ നോക്കിയേ, ഇപ്പോൾ നമ്മുടെ പിസ്സയുടെ ബേസ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് നമ്മുടെ തക്കാളി സോസ് നമ്മൾ റെഡിയാക്കി വെച്ച് പറ്റില്ലേ, അത് ചേർക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് നോക്കിയേ, ഇപ്പോൾ ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര വെള്ളം പോലെ ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഓടി എടുത്തിട്ട് ഒന്ന് ചൂടാക്കണം കേട്ടോ. കാരണം ഭയങ്കര വെള്ളം പോലെ വെക്കരുത്. ഞാനാ പറഞ്ഞേക്കണ കറക്റ്റ് അളവിൽ നമ്മൾ ഓഫ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇപ്പം നമ്മുടെ വൈറ്റ് സോസും ഇതേപോലെ എല്ലായിടത്തും ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ടോപ്പിംഗ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ടല്ലോ, അതും ചേർക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് സബോള എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പിസ്സ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അടുപ്പത്തായിട്ട് വെക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒരു ദോശക്കല്ല് വെച്ചിട്ട് ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ പിസ്സയുടെ പാൻ വെക്കുന്നത്. അപ്പോൾ അടുത്ത് ദോശക്കല്ല് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശക്കല്ല് തന്നെ എടുക്കുക. കാരണം ദോശക്കല്ലുമ്പോൾ നല്ല ചൂട് നിൽക്കും. ഇനിയിപ്പോൾ ദോശക്കല്ലില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ പിസ്സ ബേക്ക് ചെയ്യണ പാൻ വയ്ക്കുക. കാരണം ഡയറക്റ്റ് നമ്മൾ ഫ്ലെയിമിലേക്ക് ഇത് വെക്കരുത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് റെഡിയായി കിട്ടില്ല, പെട്ടെന്ന് കരിഞ്ഞ് പോവുകയും ചെയ്യും. പാൻ ഈ അടിയിലിരിക്കുന്ന പാൻ ഉണ്ടല്ലോ, നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ഈ പാനും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് തീ കുറച്ച് വയ്ക്കുക. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. വലിയ ബർണറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചും കൂടി ഒരു ലോ ഫ്ലെയിമിൻ്റെ മീഡിയം ഫ്ലെയിമിൻ്റെ നടുക്കാക്കിയിട്ട് വയ്ക്കുക. അതനുസരിച്ചിട്ട് വയ്ക്കുക. കാരണം തീ ഭയങ്കരമായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം പെട്ടെന്നോണ്ട് കരിഞ്ഞു പോകും, നമുക്ക് മുകളിൽ ശരിക്കാണ്ട് റെഡി ആയി കിട്ടില്ല. അപ്പോൾ എൻ്റെ ഇത് വലിയ ബർണറാണ്. അപ്പോൾ ഞാനിവിടെ ലോ ഫ്ലെയിമിനേക്കാളും ഒരു പൊടിക്ക് കൂട്ടിയിട്ടാണ് വെക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ പാൻ ചൂടാവട്ടെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിവിടെ തീ കുറച്ചിട്ട് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോകണം. തുറന്ന് വയ്ക്കരുത് കേട്ടോ, മൂടി തന്നെ വയ്ക്കണം. എനിക്കിവിടെ കുറച്ച് ക്യാരറ്റും കൂടി കിട്ടിയിട്ടുണ്ട്, നല്ല കനം കുറച്ചിട്ട് അതും കൂട്ടിയിട്ട് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നോക്കിയേ, ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വീർത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി മൂടി വയ്ക്കട്ടെ. നോക്കിയേ, പിസ്സ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നോക്കിയേ, നമ്മുടെ പിസ്സയുടെ സൈഡൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കിയേ, നമ്മുടെ ഈ വൈറ്റ് സോസ് എങ്ങാനും ഇവിടെ നിന്ന് എങ്ങാനും ഇങ്ങനെ ഒഴുകി താഴത്തേക്ക് വീഴാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കയറ്റി വെക്കണം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ സൈഡിൽ ചെറുതായിട്ടൊന്ന് വീണുണ്ടായിരുന്നു, കുറച്ച് ഇങ്ങനെ താഴത്തേക്ക് വീണുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കൈ കൊണ്ടൊന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് കടന്ന് പോകുമല്ലോ, അതൊന്ന് ശ്രദ്ധിച്ചോ. അത് നമ്മൾ സോസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നല്ല തിക്കായിട്ട് വേണോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോക്കിയേ, നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പിസ്സ ഇതേപോലെ ഇങ്ങനെ ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 30 മിനിറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ നോക്കി നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗമായിരുന്നാലും ഒട്ടും കരിഞ്ഞ് പോകാണ്ട് എടുക്കണം, അടിഭാഗമായിരുന്നാലും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിസ്സ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. കാരണം ഇതിനകത്ത് തന്നെ വെക്കേണ്ട, ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ചൂട് കൊണ്ട് കുറച്ച് നേരം ചൂട് നിൽക്കില്ല, അപ്പോൾ ചിലപ്പോൾ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഇനി നമ്മുടെ പിസ്സ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മുടെ ചീസ് ഇല്ലാത്ത പിസ്സ. ഇത് ശരിക്കും ചീസ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അടിഭാഗം എന്നാലും നോക്കി നല്ല കറക്റ്റ് ഭാഗത്തിന് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീ കൂട്ടി വയ്ക്കരുത് കേട്ടോ. തീ കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കണ്ട് കരിഞ്ഞു പോകും. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഈ പിസ്സ നമുക്ക് ശരിക്കാണ്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നാലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. എപ്പോഴും ഒരു ലോ ഫ്ലെയിമിനേക്കാളും ഒരു പൊട്ടിക്ക് കൂട്ടി വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്.